ഇന്ന് നമ്മൾ WH ക്വസ്റ്റ്യൻ പരിചയപ്പെടുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ കുറച്ച് ആലോചിച്ച് പറയുന്ന കുറച്ച് ക്ലാസ്സുകൾ എടുത്തിരുന്നു. അപ്പോൾ എനിക്കത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലും അല്ലാതെ എനിക്ക് വാട്സപ്പിലൊക്കെ തന്ന മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചിലർക്കെങ്കിലും ഈ WH ക്വസ്റ്റ്യനിൽ സംശയമുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നതൊന്ന് നോക്കാം. ഏതൊക്കെയാണ് WH ക്വസ്റ്റ്യൻ? WH തുടങ്ങുന്നതാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും അതിനകത്ത് ആരും ഉൾപ്പെടുന്നതാണ്? ഹൗവും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ WH ക്വസ്റ്റിന് അർത്ഥം എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് എന്ത്, വിച്ച് ഏത്, വെൻ എപ്പോൾ, വെയർ എവിടെ, ഹൗ എങ്ങനെ, ഹൂ ആര്, ഹൂസ് ആരുടെ, ഹൂം ആരെ. ഇത്രയും നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഒന്നിച്ചങ്ങ് പറഞ്ഞാലോ? ഒന്നിച്ചങ്ങ് പറയാം. വാട്ട് എന്ത്, വെയർ എവിടെ, വിച്ച് ഏത്, വെൻ എപ്പോൾ, ഹൂ ആര്, ഹൂസ് ആരുടെ, ഹൂം ആരെ, ഹൗ എങ്ങനെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം കേട്ടോ. കാണാതെ തന്നെ നിങ്ങൾ ഇതിൻ്റെ അർത്ഥം പഠിച്ചു വയ്ക്കണം. അപ്പം നമ്മളിപ്പോൾ ഓർക്കുക, നമ്മൾ ചില സമയത്ത് വിച്ച് എന്ന് ചോദിക്കുന്നതിന് വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് അല്ലേ? നമുക്ക് പ്രിഫർ ചെയ്യാം. ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അവിടെ ചിലപ്പോൾ നമ്മൾ വാട്ട് ഉപയോഗിച്ച് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാരണം പറയാനാണ് നമ്മൾ വൈ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. ഇനി വെൻ സമയം പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് അവർ വന്നത് പോയത് എന്നൊക്കെയുള്ള സമയം. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തെക്കുറിച്ച്, ഒരു തിങ്, അതിനെക്കുറിച്ചായിരിക്കും പിന്നീട് സംസാരിക്കേണ്ടി വരിക. ഹൗ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് നമ്മൾ പോയത് വന്നത്, എങ്ങനെയാണ് അത് എന്നുള്ളത് ചോദ്യം. ഹൂ ആര്, ഹൂസ് മാറിപ്പോലെ, ഹൂ ആര്, ഹൂസ് ആരുടെ, ഹൂം ആരെ. അപ്പം ഇന്ന് നമുക്ക് ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഫസ്റ്റ് ഒരു WH ക്വസ്റ്റ്യൻ വേണം. അപ്പോൾ ഈ WH ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഒരു WH ക്വസ്റ്റ്യൻ വേണം. പിന്നെ എന്ത് വേണം? ഓക്സിലറി വേണം. പിന്നെ സബ്ജക്റ്റ് വേണം. പിന്നെ എന്താണ്? ബാക്കി റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്, ബാക്കി സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗങ്ങൾ വേണം. അപ്പം നമുക്കിന്ന് വൈ വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസ് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എന്താണ് നീ ഇന്നലെ എന്നോട് സംസാരിക്കാതിരുന്നത്? നമ്മൾ ഒരിക്കലും എന്തുകൊണ്ടാണ് നീ എന്നോട് സംസാരിക്കാതിരുന്നതെന്ന് നമ്മൾ ചോദിക്കാറില്ല. എന്താണ് നീ ഇന്നലെ എന്നോട് സംസാരിക്കാതിരുന്നത്? എന്താണ് നീ ഇന്നലെ എന്നോട് മിണ്ടാതിരുന്നത്? ഇന്നലെ എന്നോട് നീ മിണ്ടാതിരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ ചോദിക്കാം? എന്താണ്? വൈ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുക. എന്തുകൊണ്ടാണ് നീ എന്നോട് ഇന്നലെ മിണ്ടാതിരുന്നത് നമ്മൾ ഒരിക്കലും ചോദിക്കില്ല. എന്താണ് നീ ഇന്നലെ എന്നോട് മിണ്ടാത്തേ എന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ എന്താണ് ചോദിക്കുക? നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ ഇതൊന്ന് നോക്കൂ നിങ്ങൾ. വൈ മിണ്ടാതിരുന്നത് നെഗറ്റീവാണ്. വൈ ഓക്സിലറി ഡിഡിൻറ്റ്. വൈ ഡിഡിൻറ്റ് യു സംസാരിക്കുക, ടോക്ക് എന്നോട്, ടു മീ. വൈ ഡിഡിൻറ്റ് യു ടോക്ക് ടു മീ. നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ വൈ ഡിഡിൻറ്റ് യു ചാറ്റ്. എന്നോട് എന്താണ് നീ ഇന്നലെ ചാറ്റ് ചെയ്യാതിരുന്നത്? വൈ ഡിഡിൻറ്റ് യു ടോക്ക് ടു മീ യെസ്റ്റർഡേ. എന്നോട് എന്താണ് ഇന്നലെ സംസാരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നീ ഇന്നലെ എന്നോട് മിണ്ടാതിരുന്നത്? വൈ ഡിഡിൻറ്റ് യു ടോക്ക് ടു മീ. എന്തുകൊണ്ടാണ് ഇന്നലെ എന്നോട് മിണ്ടാതിരുന്നത്? യെസ്റ്റർഡേ. ഇനി നീ ഇന്നലെ എന്താ വരാതിരുന്നത്? ഇന്നലെ എന്താണ്, എന്തുകൊണ്ടാണ് നീ വരാതിരുന്നത്? വൈ ഡിഡിൻറ്റ് യു കം യെസ്റ്റർഡേ? Why didn't you come yesterday?
ഇന്നലെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. യെസ്റ്റർഡേ ഐ ഹാഡ് എ ഫംഗ്ഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. വൈ ഡിഡ്ന്റ് യു കം യെസ്റ്റർഡേ? ഇന്നലെ എന്താ നീ വരാതിരുന്നത്? ഇന്നലെ എന്താ അവൾ പോകാതിരുന്നത്? അവൾ എന്താ ഇന്നലെ പോകാതിരുന്നത്? എന്താന്ന് കേൾക്കുമ്പോൾ നമ്മൾ വൈ, ഇവിടെ ചിലപ്പോൾ നമ്മൾ വാട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷനും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് വയ്ക്കുക. എന്താണ്, എന്തിനാലാണ്, എന്തുകൊണ്ടാണ് അവൾ പോകാതിരുന്നത്? വൈ ഡിഡിൻറ്റ് പോകാതിരുന്നത്, അതുകൊണ്ടാണ് ഡിഡിൻറ്റ് ഉപയോഗിക്കുന്നത്. വൈ ഡിഡിൻറ്റ് ഷീ ഗോ യെസ്റ്റർഡേ? വൈ ഡിഡിൻറ്റ് ഷീ ഗോ യെസ്റ്റർഡേ? യെസ്റ്റർഡേയിൽ എന്താണ് അവൾ പോകാതിരുന്നത്? മനസ്സിലായി വരുന്നുണ്ടല്ലോ. ഇനി അപ്പോൾ ഡിഡ് ഉപയോഗിക്കുന്ന സാഹചര്യം നമുക്ക് നോക്കാം. എന്തിനാണ് അവൾ കരഞ്ഞത്? അവൾ എന്തിനാ കരഞ്ഞത്? അവൾ എന്തിനാണ് കരഞ്ഞത്? വൈ ഡിഡ് ഷീ ക്രൈ? വൈ ഡിഡ് ഷീ ക്രൈ? എന്തിനാണ് അവൾ കരഞ്ഞത്? അവൾ എന്തുകൊണ്ടാണ് കരയാത്തത്? ഇത്രയും വലിയ സങ്കടമൊക്കെ വന്നിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയും, എന്തുകൊണ്ടാണ് അവൾ കരയാത്തത്? വൈ ഡിഡിൻറ്റ് ഷീ ക്രൈ? ഡിഡിൻറ്റ് കരയാത്തത്. വൈ ഡിഡിൻറ്റ് ഷീ ക്രൈ? അവൾ എന്തുകൊണ്ടാണ് കരയാത്തത്? അവൾ എന്തിനാണ് കരഞ്ഞത്? വൈ ഡിഡ് ഷീ ക്രൈ? എന്തിനാണ് കരഞ്ഞത്? ഇനി എന്തിനാണ് നീ പരീക്ഷ എഴുതിയത്? എന്തിനാണ് നീ പരീക്ഷ എഴുതിയത്? വൈ ഡിഡ് യു റൈറ്റ് ദ എക്സാം? വൈ ഡിഡ് യു റൈറ്റ് ദ എക്സാം? വൈ ഡിഡ് യു റൈറ്റ് ദ എക്സാം? അവൾ എന്തിനാ പരീക്ഷ എഴുതിയത്? വൈ ഡിഡ് ഷീ റൈറ്റ് ദ എക്സാം? അവൻ എന്തിനാ എഴുതിയത്? വൈ ഡിഡ് ഹീ റൈറ്റ് ദ എക്സാം? കാരണം ഡിഡ് എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് ഹിയോ ഷിയോ ഇറ്റോ സിംഗുലർന്നോ പ്ലൂറൽന്നോ ഒന്നും ചിന്തിക്കേണ്ട കാര്യം നമുക്കില്ല. ഡിഡ് വന്നാൽ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പം എന്താണ്, ഇന്നലത്തെ കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാണ്, എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ വൈ ഡിഡ് സബ്ജക്റ്റ് കൊടുക്കാം. പിന്നെ വേർബ്, അത് നെഗറ്റീവായിട്ട് കരയാത്തത്, പറയാത്തത്, ചെയ്യാത്തത്. എന്തുകൊണ്ടാണ് നീ ഇന്നലെ ചെയ്യാത്തത്? വൈ ഡിഡിൻറ്റ് യു വൈ ഡിഡിൻറ്റ് യു ഡു യെസ്റ്റർഡേ? നീ എന്തുകൊണ്ടാണ് ഇന്നലെ ചെയ്യാത്തത്? വൈ ഡിഡിൻറ്റ് യു ഡു യെസ്റ്റർഡേ? നീ എന്തിനാണ് ഇന്നലെ ചെയ്താത്തത്? വൈ ഡിഡ് യു ഡു യെസ്റ്റർഡേ? ചെയ്യാത്തത്. നെഗറ്റീവിന് നമ്മൾ ഡിഡിൻറ്റ് ഉപയോഗിച്ചു, പോസിറ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിഡ് ഉപയോഗിച്ചു. ഇനി നമ്മൾ ഇത് ഈസ് ആമാർ വെച്ച് നോക്കുകയാണെങ്കിലോ, എന്തിനാണ് ഈ കറുത്ത ബാഗ്? എന്തിനാണ്? വൈ ഇസ് ദിസ് ബ്ലാക്ക് ബാഗ്? എന്തുകൊണ്ടാണ് കറുത്ത ബാഗ്? വൈ ഇസ് ദിസ് ബ്ലാക്ക് ബാഗ്? വൈ ഇസ് ദിസ് ബ്ലാക്ക് ബാഗ്? എന്തുകൊണ്ടാണ് ഈ കറുത്ത ബാഗ്? വൈ ഇസ് ഷീ ലേറ്റ്? എന്താണ് അവൾ ലേറ്റ് ആവുന്നത്? വൈ ഇസ് ഷീ ലേറ്റ്? എന്താണ് അവൾ ലേറ്റ്? വൈ ഈസ് ഷീ ലേറ്റ്? ഇപ്പോഴത്തെ കാര്യമാണ്. വൈ ഈസ് ഹീ റൈറ്റിംഗ് ദ എക്സാം? എന്തുകൊണ്ടാണ് അവൾ എക്സാം എഴുതുന്നത്? എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്? വൈ ഈസ് ഷീ റൈറ്റിംഗ് ദ എക്സാം? ഇപ്പോൾ എഴുതുകയാണ്. എന്തിനാണ് അവൾ എക്സാം എഴുതുന്നത്? എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എഴുതുന്നത്. കാരണം ഈസാമാറിൻ്റെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇനി നമ്മൾ അടുത്തത്, അപ്പോൾ നമുക്കിവിടെ ഡൂവും ഡസും ചേർക്കാൻ പറ്റത്തില്ലേ? ഏത് വേണമെങ്കിലും ചേർക്കാം. ഈ ഓക്സിലറി ചേർക്കാവുള്ളൂ നമ്മൾ നിയമം പറഞ്ഞിട്ടില്ലല്ലോ. സെൻറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓക്സിലറി മാറണമെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് അവൾ ഇവിടെ വരാറില്ലാത്തത്? എന്തുകൊണ്ടാണ് വരാറില്ലാത്തത് എന്ന് പറയുമ്പോൾ ഡൂവും ഡെസ്സുമാണ് വേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. വൈ അവൾ വരാറില്ലാത്ത, അവളുടെ കൂടെ എന്താണ് വേണ്ടത്? വൈ ഡസൻ ഷീ കം ഹിയർ? അവൾ എന്താ ഇവിടെ വരാറില്ലാത്തത്? വൈ ഡസൻ ഷീ കം ഹിയർ? അവൾ എന്താ ഇവിടെ വരാറില്ലാത്തത്? ഡസൻറ്റ് ഷീ. ഇനി അവൻ എന്താ അവിടെ പോകാറില്ലാത്തത്? എന്തെങ്കിലും കാരണം കാണുമല്ലോ. അവൻ എന്താ അവിടെ പോകാറില്ലാത്തത്? വൈ ഡസൻ ഹീ ഗോ ദർ? എന്താണ് അവിടെ പോകാറില്ലാത്തത്? ഡസൻ ഹീ ഗോ ദർ? പോകാറില്ലാത്തത്.
നിങ്ങളെന്താ എപ്പോഴും നടന്നു പോകുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ഓൺ ഫുഡ്. കാറിനോ സൈക്കിളിനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? ബൈ കാർ, ബൈ ബസ്, ബൈ ഓട്ടോറിക്ഷ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ നടന്നു പോകുന്നതിന് ഓൺ ഫുഡ് എന്നാണ് പറയുക. വൈ ഡു യു ഗോ ഓൺ ഫുഡ്? എന്തിനാണ് നടന്നു പോകുന്നത്? എന്തിനാണ് എപ്പോഴും നീ നടന്നു പോകുന്നത്? എന്താണ്? വൈ ഡു യു ഗോ ഓൺ ഫുഡ്? എന്തിനാണ് നടന്നു പോകാറ്? നിനക്ക് കാറില്ലേ? വൈ ഡു യു ഗോ ഓൺ ഫുഡ്? ഓൺ ഫുഡ് എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്നതിനെ നമ്മൾ ഓൺ ഫുഡ്, ബൈ ഫുഡ് അല്ല, ഓൺ ഫുഡ്. നടന്നു പോകാറ് എന്തിനാണ്? അപ്പം നമ്മൾ അവിടെ എന്താ ചെയ്തത്? ചെയ്യാറ്, വരാറ്, ചെയ്യാറില്ല, പോകാറില്ല. എന്തുകൊണ്ടാണ് നീ പോകാത്തത്? എന്തുകൊണ്ടാണ് നീ പോകാറില്ലാത്തത്? വൈ നീ ഡോണ്ട് യു ഗോ? എന്തുകൊണ്ടാണ് നീ പുസ്തകം വായിക്കാറില്ലാത്തത്? വൈ ഡോണ്ട് യു റീഡ് ദ ബുക്ക്? ബുക്ക് വായിക്കാറില്ലാത്തത് എന്തുകൊണ്ടാണ്? എന്തിനാണ് നീ ബുക്ക് വായിക്കാറില്ലാത്തത്? വൈ ഡോണ്ട് യു റീഡ് ദ ബുക്ക്? ഇനി എന്തിനാണ് അവൾ അടുത്ത ആഴ്ച വരുന്നത്? അവൾ എന്തിനാ അടുത്ത ആഴ്ച വരുന്നത്? എന്തിനാ അവൾ അടുത്ത ആഴ്ച വരുന്നത്? വൈ ഈസ് ഷീ കമ്മിങ് നെക്സ്റ്റ് വീക്സ്? വൈ ഈസ് ഷീ കമ്മിങ് നെക്സ്റ്റ് വീക്ക്? ഇനി നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ അവിടെ വില്ല് ഉപയോഗിക്കാത്തത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. വൈ ഈസ് ഷീ കമ്മിങ് നെക്സ്റ്റ് വീക്ക്? നെക്സ്റ്റ് വീക്കിൽ എന്തിനാണ് അവൾ വരുന്നത്? നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഇത് ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണ് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വൈ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇനി നമ്മൾ വൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വൈ എന്നല്ല ഏത് WH ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും എന്താണ് നമുക്ക് വേണ്ടത്? ഓക്സിലറി വേണം. വെറുതെ ഒരു ഡൂവോ ഡെസോ ഡിഡോ ഒന്നും അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ്? ആ സെൻറ്റൻസിന് അത് ഏത് ടെൻസാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഓക്സിലറി നമ്മൾ അവിടെ കൊടുക്കണം, അല്ലേ? കഴിഞ്ഞ കാര്യത്തിന് ഡിഡ്, സ്ഥിരമായി ചെയ്യാറുള്ളതിന് ഡൂവോ ഡെസോ, ഫ്യൂച്ചറിലാണെങ്കിൽ വില്ല്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആ ടെൻസിനെ ആശ്രയിച്ചിട്ട് ഓക്സിലറി കൊടുക്കുക. പിന്നെന്താണ്? സബ്ജക്റ്റ് കൊടുക്കുക. പിന്നെ അതിന് മുമ്പേ ആ ക്വസ്റ്റ്യൻ നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിഡ് എന്ന് കൊടുക്കുക, ഡു എന്ന് കൊടുക്കുക, ഡെസ് എന്ന് കൊടുക്കുക. ആ ക്വസ്റ്റ്യൻ നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഡിഡിൻ്റെ അല്ലെങ്കിൽ ഡിൻ്റെ, ഡോണ്ട്, ഡെസ്സിൻ്റെ കൊടുക്കുക. ഇതാണ് മാറ്റമെന്ന് പറയുന്നതുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാനിനി മലയാള സെൻറ്റൻസ് അവിടെ കൊടുത്താൽ നിങ്ങളുടെ മനസ്സിൽ വേർബ് വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. വൈ മാത്രം. നമുക്ക് ബാക്കിയെല്ലാം അടുത്ത ക്ലാസ് ചോദിക്കാം. എന്തുകൊണ്ട് എന്നുള്ള വൈ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു 5 സെൻറ്റൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കൂ. അപ്പോൾ എന്താണെന്നോ, നിങ്ങൾക്ക് ടെൻസുകൾ മാറാതെ പോകും, വേർബുകൾ നിങ്ങൾക്ക് തലേ വരും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേർബിനെ കുറിച്ച് ചിന്തിക്കില്ല. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു 5 സെൻറ്റൻസ് എന്തുകൊണ്ടാണ് എന്നുള്ള 5 സെൻറ്റൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിലോട്ട് കൊടുക്കുക. അപ്പം നമ്മളിന്ന് WH ആണ് പഠിച്ചത്. WH നിങ്ങൾ മറന്നു പോയില്ല. ഏതൊക്കെയാണ്? വാട്ട്, വിച്ച്, വെൻ, വെയർ, പിന്നെ ഏതാണ് ഞാൻ പറഞ്ഞു? ഹൂ, ഹൂസ്, ഹൂം, ഹൗ. ഇതെല്ലാം WH ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓരോന്ന് ഇനി പഠിക്കാം കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുന്നു, അല്ലേ? പ്രശ്നങ്ങളൊക്കെ കാണും എല്ലാവർക്കും. അതൊക്കെ തരണം ചെയ്യുക, മുന്നോട്ട് വരിക. അപ്പോൾ എന്താണ്, ധൈര്യമായി തന്നെ മുന്നോട്ട് വരിക. ഇപ്പോൾ പല രോഗങ്ങളൊക്കെ പേപ്പറിലൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് എപ്പോഴും സുരക്ഷിതരായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ സൂക്ഷിക്കുക. ശ്രദ്ധയോടെ കഴിക്കുക. വൃത്തിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചൂടുള്ള ഭക്ഷണം കഴിക്കാമെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ ഞാൻ നല്ല തണുത്ത ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും ചൂടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക. ആരോഗ്യമുള്ളവരായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. സെപ്റ്റംബർ 2-ാം തീയതി നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടി, വീട്ടമ്മമാരെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കാൻ ഇടവരരുത്. കാരണം ഇപ്പോൾ മക്കളെല്ലാം പുറത്തോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ, ഒത്തിരി ഒന്നും പഠിച്ചില്ലെങ്കിലും ഒന്ന് സെൻറ്റൻസൊക്കെ ആക്കി അവർ പറയണതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ അവരുടെ അമ്മമാരാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു പക്ഷേ അവർ നമ്മളെ പുറകിലാക്കി കളയും. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.